നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FYUGP രണ്ടാം സെമസ്റ്റർ BSc വിദ്യാർത്ഥികളുടെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഏകദേശം ഒരു മാസത്തോളമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. വാല്യുവേഷൻ വന്നു, യൂണിവേഴ്സിറ്റി വാല്യുവേഷൻ ക്യാമ്പ് വന്നു, അതുപോലെ തന്നെ പിന്നെയും എക്സാം കാര്യങ്ങളൊക്കെ വന്ന് അതിനുശേഷം ഒന്നങ്ങ് ടയർഡായി, സുഖയില്ലാണ്ടായി, ശരിയായിട്ടങ്ങ് മാറിയിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ നമുക്ക് ഇനി പരമാവധി ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യാം. എനിവേ, നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് പ്രിയ എസിന്റെ വയലറ്റ് പൂച്ചകൾക്ക് ഷൂ വെക്കാൻ തോന്നുമ്പോൾ എന്ന് പറയുന്ന കഥയാണ്. നമുക്ക് ഈ കഥയായിട്ട് പഠിക്കാനല്ല ആക്ച്വലി ഉള്ളത്. ഈ കഥ വായിച്ചിട്ട് ഇതിന്റെ വിമർശനാത്മക രചന നടത്താനാണ് പറയുന്നത്. കുട്ടികൾ സംഘപ്രവർത്തനത്തിലൂടെ ചെയ്യണമെന്നാണ് ഇത് വായിച്ചിട്ടുള്ള വിമർശനാത്മക രചന. നമുക്ക് ഏതായാലും ഈ കഥ ഇവിടെ അവതരിപ്പിക്കാം. വയലറ്റ് പൂച്ചകൾക്ക് ഷൂ വെക്കാൻ തോന്നുമ്പോൾ പ്രിയ എസ്. അപ്പൊ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ തന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക്, അതിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ. അപ്പോ ഈ വയലറ്റ് പൂച്ചകൾക്ക് ഷൂ വെക്കാൻ തോന്നുമ്പോൾ എന്ന് പറയുമ്പോൾ പ്രിയ എസിന്റെ കഥയാണ്. ആ പേര് തന്നെ നമുക്കൊരു കൗതുകമുണ്ട്. ഷൂ വെക്കുക എന്നൊക്കെ പറയുന്നത് കുട്ടികൾ, ചെറിയ കുഞ്ഞുങ്ങൾ ഈ മൂത്രം ഒഴിക്കുന്നതിന് പറയുന്ന ടേമല്ലേ ഷൂ വെക്കുക എന്നൊക്കെ. അപ്പൊ വയലറ്റ് പൂച്ചകൾക്ക് ഷൂ വെക്കാൻ തോന്നുമ്പോൾ എന്താപ്പ ഒരു കുട്ടിക്കഥ പോലെ തോന്നുന്നുണ്ട് അല്ലെ. ഇവിടെയാണ് എനിക്ക് പ്രിയ എസിനെ ഭയങ്കര ഇഷ്ടം. കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം കേട്ടോ. കാരണം പ്രിയ എസ് വായിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ സില്ലി കാര്യങ്ങൾ എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞു പോവുക. ഈ പറഞ്ഞു പോകുന്ന ചെറിയ കാര്യങ്ങളുടെ ഇടയിൽ കൂടി വലിയ കാര്യങ്ങൾ ഒളിച്ചു കടത്താറുണ്ട് പ്രിയ എസ്. എനിക്ക് വായിച്ചപ്പോൾ അനുഭവപ്പെട്ട കാര്യമാണത്. எனவே ഇതെന്താ പറയുന്നത് നോക്കട്ടോ. വയലറ്റ് പൂച്ചകൾക്ക് ഷൂ വെക്കാൻ തോന്നുമ്പോൾ പ്രിയ എസ്. ഒരിടത്ത് ഒരു വയലറ്റ് പൂച്ച ഉണ്ടായിരുന്നു. അത് ബ്ലാക്ക് ഹാഫ് പാൻസും ഒരു സ്ലീവ്ലെസ് പിങ്ക് ടോപ്പും മാച്ചിങ് കമ്മലും മാലയും ഒക്കെ ഇട്ട് കോയമ്പത്തൂരിന് അച്ഛനെ കാണാൻ പോവായിരുന്നു. ബസ്സിൽ വെച്ച് അതിന് വിശന്നു. വീട്ടിൽ നിന്ന് ചുട്ടുകൊണ്ടുവന്ന ബ്ലൂ ദോശ എടുത്ത് അതിന്റെ അമ്മ അതിന് കൊടുത്തു. വയറ് നിറഞ്ഞപ്പോ ബാക്കി ദോശ എടുത്ത് ബസ്സിനൊപ്പം ഓടി വന്ന തെങ്ങും മേലിരുന്ന കറുത്ത പച്ചക്കുതിരയ്ക്ക് ഇട്ട് കൊടുത്തു. നമ്മുടെ വയലറ്റ് പൂച്ച പച്ചക്കുതിര വാലാട്ടിക്കൊണ്ട് തുമ്പിക്കൈയിൽ ബ്ലൂ ദോശ എടുത്ത് അന്ന് തിന്നു. മണിദീപ കഥ പറയുകയാണ്. അപ്പൊ മണിദീപ എന്ന് പറയുന്ന ഒരു കുഞ്ഞുകുട്ടി കഥ പറയുന്നതാണ് നമ്മൾ ഈ കേട്ടത് കേട്ടോ. മണിദീപ എന്റെ മകളാണ്. അപ്പൊ എന്റെ എന്നുള്ള രീതിയിലാണ്, അതായത് സ്വഗതാക്കിയാനാണ്. അപ്പൊ ആരാണ് ഞാൻ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ മണിദീപ എന്ന് പറയുന്ന ആ കുഞ്ഞുകുട്ടി കഥ പറഞ്ഞതാണ് നമ്മൾ ആ കേട്ടത്. 4 വയസ്സാണ് അവൾക്ക്. 4 വയസ്സുള്ള കുട്ടിയാണ് കഥ പറഞ്ഞത്. ഞാൻ ശർമ്മിഷ്ഠ. അപ്പൊ നമ്മുടെ പ്രധാന കഥാപാത്രത്തിന്റെ പേര് ശർമ്മിഷ്ഠ. ഒരു വിമൻസ് കോളേജിൽ മലയാളം ലെക്ചറർ ആണ്. മണിദീപയും ഞാനും ബസ്സിലാണ്, കോയമ്പത്തൂർക്കുള്ള ബസ്സിൽ. അപ്പൊ ഈ മണിദീപയുടെ ഒരു പ്രത്യേകത, 4 വയസ്സേ ഉള്ളൂ. അവളുടെ ജീവിതത്തിലെ കഥകൾ മുഴുവൻ പ്രകൃതിയിലുള്ള ജീവികളുടെ മേലിൽ അടിച്ചേൽപ്പിച്ചിട്ട് കഥയാക്കി പറയും. അപ്പൊ ഇപ്പം മണിദീപയാണ് ഈ കഥ പറയുന്നത്. മണിദീപ എന്റെ മകളാണ്. എന്റെ പേര്, അവൾക്ക് 4 വയസ്സേ ഉള്ളൂ. എന്റെ പേര് ശർമ്മിഷ്ഠ. ഒരു വിമൻസ് കോളേജിൽ മലയാളം ലെക്ചറർ ആണ്. മണിദീപയും ഞാനും ബസ്സിലാണ്, കോയമ്പത്തൂർക്കുള്ള ബസ്സിൽ. അപ്പൊ എന്തായിരുന്നു ആ കഥ? ഒരിടത്തൊരു വയലറ്റ് പൂച്ച ഉണ്ടായിരുന്നു. അത് ബ്ലാക്ക് ഹാഫ് പാൻസും ഒരു സ്ലീവ്ലെസ് പിങ്ക് ടോപ്പും മാച്ചിങ് കമ്മലും മാലയും ഒക്കെ ഇട്ട് കോയമ്പത്തൂരിന് അച്ഛനെ കാണാൻ പോവായിരുന്നു. ആ വയലറ്റ് പൂച്ച ആര് തന്നെയാണ്? നമ്മുടെ മണിദീപ തന്നെയാണ്. അവളുടെ കഥ ഇങ്ങനെ ജീവികളുടെ പേരിലൊക്കെ ആക്കി പറയും. ബസ്സിൽ വെച്ച് അതിന് വിശന്നു, മണിദീപക്ക് വിശന്നു. വീട്ടിൽ നിന്ന് ചുട്ടുകൊണ്ടുവന്ന ബ്ലൂ ദോശ എടുത്ത് അതിന്റെ അമ്മ അതിന് കൊടുത്തു. വയറ് നിറഞ്ഞപ്പോ ബാക്കി ദോശ എടുത്ത് ബസ്സിനൊപ്പം ഓടി വന്ന തെങ്ങും മേലിരുന്ന കറുത്ത പച്ചക്കുതിരയ്ക്ക് ഇട്ടു കൊടുത്തു. നമ്മുടെ വയലറ്റ് പൂച്ച പച്ചക്കുതിര വാലാട്ടിക്കൊണ്ട് തുമ്പിക്കൈയിൽ ബ്ലൂ ദോശ എടുത്ത് അന്ന് തിന്നു. അവളുടെ കഥ ഈ പറഞ്ഞ പോലെ ജീവികളുടെ പേരിലാക്കി പറയാണ്. അപ്പൊ ഇവരൊക്കെ എങ്ങോട്ടേക്കാ പോകുന്നത്? ഇവര് പോകുന്നത് കോയമ്പത്തൂർക്കാണ് കേട്ടോ. അപ്പൊ മണിദീപയും അമ്മ ശർമ്മിഷ്ഠയും എന്തിനാ കോയമ്പത്തൂർക്ക് പോകുന്നത് നോക്കാം. കോയമ്പത്തൂര് ഞങ്ങൾ സൂര്യന്റെ കൂടെ ഒരാഴ്ചക്കാലം ഉണ്ടാവും. ആരാണ് ഈ സൂര്യൻ? സൂര്യന്റെ കൂടെ ഒരാഴ്ചക്കാലം ഉണ്ടാവുന്നോ? സൂര്യൻ എന്റെ ഭർത്താവ്, കഥാപാത്രത്തിന്റെ പേരാട്ടോ. അപ്പോ മകളുടെ പേര് മണിദീപ, അമ്മ മലയാളം ലെക്ചറർ ആണ് ശർമ്മിഷ്ഠ. അവര് കോയമ്പത്തൂരേക്കാണ് പോകുന്നത്. കോയമ്പത്തൂർ ആരുണ്ട്? ഭർത്താവ്. മണിദീപയുടെ അച്ഛനുണ്ട്. ആര്? സൂര്യൻ. സൂര്യൻ എന്റെ ഭർത്താവ്. മുഴുവൻ പേര് സൂര്യചന്ദ്രൻ. ജേർണലിസ്റ്റ് ആണ്. ഇതുവരെ കേരള കറസ്പോണ്ടന്റ് ആയിരുന്നു. കഴിഞ്ഞ മാസം മുതൽ കോയമ്പത്തൂർ കറസ്പോണ്ടന്റ്. എനിക്കും മോൾക്കും ഓണ ഒഴിവ്, സൂര്യന് തിരക്കും. എന്നാ പിന്നെ സൂര്യന്റെ കൂടെ ചെന്ന് നിൽക്കാമെന്ന് തീരുമാനിച്ചു. അപ്പൊ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ. അതായത് ശർമ്മിഷ്ഠ മലയാളം ലെക്ചറർ, മകൾ മണിദീപ 4 വയസ്സ്. ഇവർ 2 പേരും അച്ഛന്റെ അടുത്ത്, അതായത് മണിദീപയുടെ അച്ഛൻ ശർമ്മിഷ്ഠയുടെ ഭർത്താവ് അടുത്തേക്ക് കോയമ്പത്തൂർക്ക് പോവാണ്. അവിടെ ജേർണലിസ്റ്റ് ആണ് അദ്ദേഹം. അപ്പൊ ഇത് എന്ത് കഥയാ പറയാൻ പോകുന്നത് നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ. ഇല്ല, നോക്കാം. അങ്ങനെ അവിടെ പോയി ഒരാഴ്ചയൊക്കെ നിൽക്കാന്ന് വിചാരിച്ചിട്ട് പോവാണ് കേട്ടോ. ഇവർക്ക് ഓണം ഒഴിവാണ്. എന്നാ പിന്നെ സൂര്യന്റെ കൂടെ ചെന്ന് നിൽക്കാമെന്ന് തീരുമാനിച്ചു. തീവണ്ടിയായിരുന്നു സൗകര്യം. പക്ഷെ ബസ്സിൽ മതി യാത്ര എന്ന് ഇവൾ ഒരേ ശാഠ്യം. ആര്? മണിദീപ.
റോഡിനോട് തൊട്ടാണ് എറണാകുളത്തെ ഞങ്ങളുടെ വീട്. പോർട്ടിക്കോയിലെ ചാരുകസേരയിൽ കിടന്ന് വണ്ടിയോട്ടങ്ങൾ കണ്ട് രസിക്കൽ മണിദീപയുടെ പ്രിയ വിനോദം. അതിനിടയിൽ മധുര മനോഹര നിറങ്ങളുള്ള ലക്ഷറി ബസ്സുകളുമായി അവൾ ഇഷ്ടത്തിലായി. അപ്പൊ ഇവർക്ക് ഈ ശർമ്മിഷ്ഠയ്ക്ക് തീവണ്ടി പോകണമെന്നായിരുന്നു, പക്ഷെ മണിദീപ വാശി എനിക്ക് ബസ്സിൽ പോകണമെന്ന്. കാരണം റോഡ് സൈഡിലുള്ള വീട്ടിൽ നിന്ന് ഈ ബസ്സൊക്കെ കണ്ട് 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 അതിനോടൊരു പ്രണയമായി. അപ്പൊ ലക്ഷറി ബസ്സുകളുമായി അവൾ ഇഷ്ടത്തിലായി. സൂര്യൻ കോയമ്പത്തൂർക്ക് പോയത് ഇത്തരം ബസ്സിലാണ് എന്ന് അവൾക്കറിയാം. 4 വയസ്സുള്ള മോളല്ലേ. നമുക്കും ബസ് മതി എന്ന അവളുടെ തീരുമാനം ഞാൻ അനിഷ്ടത്തോടെ അംഗീകരിക്കുകയായിരുന്നു. തീവണ്ടി പോകണം എന്നായിരുന്നു അമ്മയ്ക്ക്. പക്ഷെ മണിദീപ് അങ്ങനെയാണല്ലോ. 4 വയസ്സിൽ ഞാനൊക്കെ ആ പ്രായത്തില് പിന്നെ ഈ ബസ് സ്റ്റോപ്പിൽ പോയി നിന്ന് കഴിഞ്ഞാല് നല്ല പൂക്കളുടെ ഒക്കെ ചിത്രമുള്ള ബസ് ഉണ്ടാവൂലേ, ഞാൻ പറയും നമുക്ക് അത് തന്നെ പോയാൽ മതി. അത് ഏത് സ്ഥലത്തേക്കാ പോകുന്നതെന്ന് പോലും അറിയില്ല, നമുക്ക് ആ വഴി ആയിരിക്കില്ല പോകേണ്ടത്. എന്നാൽ ഞാൻ വാശി പിടിച്ച കാര്യം നമുക്ക് ആ പൂവുള്ള ബസ് പോയാൽ മതിയും ഉമ്മ ഇപ്പം പറയാറുണ്ടത്. അപ്പോ അവളുടെ തീരുമാനം ഞാൻ അനിഷ്ടത്തോടെ അംഗീകരിക്കുകയായിരുന്നു. കുറെ നേരം ഒരേ ഇരിപ്പിരുന്നാൽ എന്റെ നടുവ് കയച്ചൊടിയും. വൈകുന്നേരമാണ് ബസ് പുറപ്പെട്ടത്. എറണാകുളം മുതൽ തൃശൂർ വരെ മണിദീപ ഉറങ്ങി തകർത്തു. പിന്നെ എണീറ്റ് ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ദോശ കഴിച്ചു. അതൊക്കെയാണ് നേരത്തെ വയലറ്റ് പൂച്ചയുടെ പേരിൽ മണിദീപ പറയുന്നത്. മനസ്സിലായല്ലോ, മണിദീപയുടെ ലൈഫ് ഈ ജീവികളുടെ പേരിലിട്ട് പറയും, കളർഫുൾ ആക്കി പറയും. വയറ് നിറഞ്ഞപ്പോഴാണ് അവൾക്ക് കഥ ഇളകിയത്. അങ്ങനെയാണ് നമ്മൾ തുടക്കം പറഞ്ഞ കഥ അവൾ പറഞ്ഞത്. അവളുടെ കഥാപാത്രങ്ങളെല്ലാം കണ്ണഞ്ചിക്കുന്ന നിറങ്ങളിലുള്ളവയാണ്. അവളുടെ കഥക്ക് മൊത്തം എന്തുണ്ടാവും? കളർ ഉണ്ടാവും. നേരത്തെ പറയില്ലേ വയലറ്റ് പൂച്ച, ബ്ലൂ ദോശ എന്നൊക്കെ. യെസ്, അവൾക്ക് സംഭവിക്കുന്നതെല്ലാം കുറേയേറെ ജീവജാലങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് അതിന് ഓരോന്നിനും ക്രയോൺ കൊണ്ടെന്ന പോലെ കുറെ നിറവും കൊടുക്കുമ്പോൾ അവളുടെ സ്വന്തം കഥപറച്ചിലുകളാകുന്നു. നിറം കുടിച്ചാണ് അവൾ വളരുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇത്രയും നിറങ്ങളിൽ കൂപ്പുകുത്തി വളരുന്ന കുട്ടികൾക്ക് വളർച്ചയുടെ ഏത് പടവിൽ വെച്ചാണ് ജീവിതത്തിന്റെ നിറങ്ങൾ നഷ്ടപ്പെടുന്നതെന്ന് ഞാൻ അമ്പരക്കാറുണ്ട്. ഇതാണ് പ്രിയായേഴ്സ്. ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞു കാര്യങ്ങളുടെ ഉള്ളിൽ കൂടി ഇദ്ദേഹം വലിയ കാര്യങ്ങൾ ഒളിച്ചു കടത്തും. നോക്കൂ, പറഞ്ഞു പറഞ്ഞെത്തിയത് മണിദീപയ്ക്ക് ചുറ്റും നല്ല കളറാണ്. മണിദീപ പിന്നെ അവളുടെ കഥയൊക്കെ പ്രകൃതിയിലെ ജീവജാലങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കും, കെട്ടിവെക്കും. എന്നിട്ട് പറയും അവളുടെ കഥാപാത്രങ്ങൾക്കൊക്കെ നല്ല നിറമുണ്ട്, അവൾ നിറം കുടിച്ചാണ് വളർന്നത് എന്ന് വരെ പറയാൻ പറയുമ്പോൾ ഒരു ക്യൂട്ട് കഥ. എന്നിട്ട് പറയുന്നത് കേട്ടോ നിങ്ങള്. ഇത്രയും നിറങ്ങളിൽ കൂപ്പുകുത്തി വളരുന്ന കുട്ടികൾക്ക് വളർച്ചയുടെ ഏത് പടവിൽ വെച്ചാണ് ജീവിതത്തിന്റെ നിറങ്ങൾ നഷ്ടപ്പെടുന്നതെന്ന് ഞാൻ അമ്പരക്കാറുണ്ട്. ഉള്ളിൽ ഒരു പെയിന് വരുന്നില്ലേ? എനിക്ക് വരുന്നുണ്ട്. അതായത് എത്ര കളർഫുൾ ആയിരുന്നോ നമ്മുടെ ഒക്കെ കുട്ടിക്കാലം. ആ കുട്ടിക്കാലത്ത് നിന്ന് എവിടെയാണ് നമുക്ക് ആ ജീവിതത്തിന്റെ നിറം നഷ്ടപ്പെട്ടത്? ചെറിയൊരു കാര്യത്തിലൂടെ ആ വലിയ പോയിന്റ് ഒളിച്ചു കടത്തിയത് കണ്ടോ? എന്റെ ആ അമ്പരപ്പിനെ ഭ്രാന്തിന്റെ ഒരു കഴിവഴി എന്നാണ് സൂര്യൻ പറയാറ്. മലയാള ലെക്ചറാണല്ലോ. അപ്പോ ഇവിടെ ശർമ്മിഷ്ഠ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് സൂര്യൻ പറയും ഭ്രാന്താണെന്ന്, ഭർത്താവ് കേട്ടോ. അപ്പൊ എന്റെ ആ അമ്പരപ്പിനെ ഭ്രാന്തിന്റെ ഒരു കൈവഴി എന്നാണ് സൂര്യൻ പറയാറ്. കഥ നിർത്തി മുഖം ചുളിച്ചുള്ള ഒരു പന്തിയല്ല ഇരിപ്പിലാണ് ഇപ്പോൾ മണിദീപ. അപ്പൊ നേരത്തെ പറഞ്ഞ വയലറ്റ് പിന്നെ പൂച്ചയുടെ കഥയൊക്കെ പറഞ്ഞ് നിർത്തി മുഖം ചുളിച്ചുള്ള ഒരു പന്തിയില്ല ഇരിപ്പിലാണ്. 4 വയസ്സല്ലേ, ഏത് നിമിഷം എപ്പോഴാണ് ഇമോഷൻ മാറാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പന്തിയില്ലാത്ത ഇരിപ്പിലാണ് ഇപ്പം മണിദീപ. അവൾക്ക് മൂത്രമൊഴിക്കാറായതിന്റെ അടയാളമാണ് ഈ മുഖം ചുളിക്കൽ എന്ന് എനിക്കറിയാം. അപ്പൊ അവൾക്ക് ബസ്സിലല്ലേ പോകുന്നത്, മൂത്രമൊഴിക്കണം. പക്ഷെ അവളെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിച്ചുകൂടാ. ഞാൻ സ്വന്തം ലോകത്തിലേക്ക് ഇങ്ങനെ വീണു പോകുന്നത് അവൾക്ക് തീരെ ഇഷ്ടമല്ല. അവൾക്ക് എപ്പോഴും എന്റെ ഇടപെടലുകൾ വേണം. 4 വയസ്സാന്ന് ഓർമ്മിക്കണേ. നിങ്ങളുടെ വീട്ടിൽ ആ പ്രായത്തിലുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. 4 വയസ്സുള്ള കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും അവർക്ക് കെയറിങ് കിട്ടണം. വേറെ എവിടെയും കെയർ പോകുന്നത് അവർക്ക് ഇഷ്ടമല്ല. അവൾക്ക് എപ്പോഴും എന്റെ ഇടപെടലുകൾ വേണം. സ്പർശം കൊണ്ടോ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ എങ്ങനെയായാലും മതി ആ ഇടപെടലുകൾ, അല്ലെങ്കിൽ അവർക്ക് കുശുമ്പ് വരും അല്ലെ. അപ്പൊ അതുകൊണ്ടാണോ അവൾ ഇങ്ങനെ മുഖം ചൊളിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. എനിവേ സാധാരണ അങ്ങനെ ഇരിക്കാറുള്ളത് മൂത്രം ഒഴിക്കാൻ വേണ്ടി പോവേണ്ടി വരുമ്പോഴാണെന്നും പറയുന്നുണ്ട്. അതാണെന്ന് ഉറപ്പില്ല. എന്തുകൊണ്ടാണ് അവളിങ്ങനെ മുഖം പിന്നെ ഒരു പന്തിയില്ലാത്ത രീതിയിൽ ഇരിക്കുന്നതെന്നാണ് ചോദ്യം. എന്റെ ലോകത്തിൽ നിന്ന് എന്നെ പിടിച്ചെടുത്ത് അവളുടെ ലോകത്തിലേക്ക് എന്നെ ഇറക്കിക്കൊണ്ടുവരാനുള്ള ഒരു സൂത്രപ്പണിയായി അവൾ ചിലപ്പോഴൊക്കെ ഈ ഇപ്പ് ഷൂ വെക്കണം അല്ലെ ചത്തുപോകും ഭാവം നടിച്ചു നോക്കാറുണ്ട്. ഇതും അതുപോലെ ആവാൻ മതി. അതായത് ഈ ശ്രദ്ധ കിട്ടാതാവുമ്പോൾ മണിദീപ് എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് അയ്യോ എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നത് എന്നുള്ള രീതിയിൽ എക്സ്പ്രഷൻസ് ഇടും. എന്നിട്ട് അതിനനുസരിച്ചുള്ള വർത്താനം പറയും. അപ്പം ഇങ്ങോട്ടേക്ക് ശ്രദ്ധ വരുന്നുള്ളതാണ് കുട്ടികൾ ചെയ്യാറുള്ളത്. മുഖം ചുളിക്കലിൽ ഞാൻ വീഴുന്നില്ല എന്ന് കണ്ട് എന്നെ തോണ്ടി വിളിച്ച് അടിവയറിൽ അമർത്തിപ്പിടിച്ച് ഞെളിപിരി കൊണ്ട് എനിക്ക് ഷൂ വെക്കണം അമ്മ എന്നവൾ ഒരു കരച്ചിലോളം. ഇത് ശരിക്കും ഷൂ വെക്കേണ്ടിയിട്ട് തന്നെ ആവണം, മൂത്രമൊഴിക്കണം അമ്മ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇത് ശരിക്കും മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്ന് ആർക്ക് തോന്നി. ശ്രദ്ധ കിട്ടാതല്ല, ശരിക്കും ഒഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്ന് ശർമ്മിഷ്ഠയ്ക്ക് തോന്നി.
കുറച്ച് വെള്ളം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നീ കേട്ടോ? മടിപടാന്ന് വെള്ളം വലിച്ചു കയറ്റുമ്പോ ഓർക്കണമായിരുന്നു. അതെങ്ങനെ പറഞ്ഞാൽ കേൾക്കണ സ്വഭാവം ഇല്ലല്ലോ നിനക്ക്. അവളെ ഞാനൊന്ന് വിരട്ടി നോക്കി. ഇതുപോലെ അതാ പാവ അമ്മ ശർമ്മിഷ്ഠ, ബസ്സിലല്ലേ പോകുന്നത്, പെട്ടെന്ന് അവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ, എവിടെയെങ്കിലും ഒക്കെ നിർത്തണ്ടേ. അപ്പൊ ആദ്യം മനസ്സിൽ വരുന്ന ഇത് തന്നെയാണ്, എന്താ വരിക, ഇങ്ങനെ കുട്ടികൾ പറയുമ്പോൾ പിന്നെ ഒന്ന് ശകാരിക്കുക തന്നെയാണ് ചെയ്യാം. പക്ഷെ ശകാരിച്ചിട്ട് കാര്യമുണ്ടോ? കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പക്ഷെ നമ്മുടെ മനസ്സിൽ ആദ്യം എന്താ പറയാ, ലോജിക് അല്ലല്ലോ വരും, ഇമോഷണൽ അല്ലേ. അതുകൊണ്ടാണ് ആദ്യം ഒന്ന് വിരട്ടി നോക്കുന്നത്. ഞാനൊന്ന് വിരട്ടി നോക്കി. അവൾ കണ്ണു തിരുമ്പി കരച്ചിലേക്ക് എത്തി. അവൾക്ക് ശരിക്കും അത്യാവശ്യമുണ്ട് ഷൂ വെച്ചിട്ട് എന്ന് ഉറപ്പായതിനാൽ ഞാൻ അവളെയും കൂട്ടി ബസിന്റെ ഓട്ടത്തിനിടയിലൂടെ ഉലഞ്ഞാടി ഡ്രൈവറുടെ ക്യാബിനിലേക്ക് ചെന്നു. ആണുങ്ങളിൽ പലരും ബിസ്ലേരി വെള്ളക്കുപ്പിയോടുള്ള ചങ്ങാത്തത്തിനിടെ ഇതിനകം പലതവണ ഡ്രൈവറുടെ ക്യാബിനിലേക്ക് പോവുകയും വണ്ടി നിർത്തിക്കുകയും പിന്നെ വഴിയോരത്ത് അതും ജനസഞ്ചാരത്തിനിടയ്ക്ക് നിന്ന് തന്നെ മൂത്രമൊഴിക്കുകയും ചെയ്തു കഴിഞ്ഞു. ഈ യാത്രയിൽ ആണുങ്ങളിൽ പലരും മൂത്രമൊഴിക്കാൻ മുട്ടിയപ്പോഴത്തേക്ക് പിന്നെ ഡ്രൈവറെ പോയി വണ്ടി നിർത്തിച്ചിട്ട് റോഡിൽ ഇറങ്ങി നടു റോഡിൽ പോയി മൂത്രമൊഴിച്ചിട്ടുണ്ട്. ഇത് ഏത് പ്രശ്നത്തിലേക്കാണ് പോകുന്നത് നിങ്ങൾ നോക്കണേ. മൂത്രമൊഴിക്കുകയും ചെയ്തു കഴിഞ്ഞു. ബസ്സിൽ 3-4 പെണ്ണുങ്ങളുണ്ട്. അവരുടെ കൺവെട്ടത്തിൽ നിന്ന് ഇത്തിരി മാറി നിന്ന് മതി സിബൂരി അഭ്യാസം എന്ന് എന്തോ ഒരുത്തരും കരുതി കണ്ടില്ല ഇതുവരെ. അപ്പം ആണുങ്ങളാണെങ്കിൽ ബസ്സിൽ നിന്ന് നേരെ പുറത്തിറങ്ങി പോയി മൂത്രമൊഴിക്കുന്നുണ്ട്. ബസ്സിലാണെങ്കിൽ 3-4 സ്ത്രീകളുണ്ട്. എന്നിട്ടും അവരുടെ കൺവെട്ടത്തിൽ നിന്നും മാറി നോക്കാന്ന് പോലും ഇവരാരും വിചാരിച്ചിട്ടില്ല. 1-2 മരങ്ങളും ഇത്തിരി ഇരുട്ടുമുള്ള എവിടെയെങ്കിലും വണ്ടി നിർത്തണം. 1-2 മരങ്ങളും ഇത്തിരി ഇരുട്ടുമുള്ള എവിടെയെങ്കിലും വണ്ടി നിർത്തണം. കാരണം മറയ്ക്ക് വേണ്ടിയിട്ടാ, മോളെ മൂത്രമൊഴിപ്പിക്കാനാ എന്ന് പറഞ്ഞതും ഡ്രൈവർ വണ്ടി നിർത്തിയതും ഒപ്പം. അപ്പം മോളെ മൂത്രമൊഴിപ്പിക്കാൻ ഇവര് പറയുന്നത് കുറച്ച് മറയുള്ള സ്ഥലത്ത് നിർത്തണം എന്നാണ്. അത് കേട്ടതും വണ്ടി നിർത്തി ഡ്രൈവർ. കുഞ്ഞുങ്ങൾക്കും ആണുങ്ങൾക്കും മൂത്രമൊഴിക്കാൻ എന്തിനാ ഇരുട്ട് എന്നയാൾ. ഇതൊക്കെ എവിടത്തേക്കാ പോകുന്നത് നോക്കണേ. കുഞ്ഞുങ്ങൾക്കും ആണുങ്ങൾക്കും മൂത്രമൊഴിക്കാൻ എന്തിനാ ഇരുട്ട് എന്നയാൾ. അപ്പൊ സ്ത്രീകൾക്ക് ഇരുട്ട് വേണം. ആ സ്ത്രീകൾക്ക് ആ ഇരുട്ടും മറയും ഒക്കെയുള്ള മൂത്രമൊഴിക്കാനുള്ള സൗകര്യം ഈ നാട്ടിലുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും കേട്ടോ. ഒരു പൂക്കാര തെരുവിലാണ് വണ്ടി നിന്നത്. സ്വർണ്ണ ചെമ്പക പൂക്കൾ വിൽക്കുന്ന സ്ത്രീക്ക് അടിവയർ പൊത്തിപ്പിടിച്ചുള്ള മണിദീപയുടെ നടപ്പും മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ടാണ്. എന്റെ പരിങ്ങലും കണ്ട് കാര്യം മനസ്സിലായി കാണണം. അവർ പറഞ്ഞു, ഇതർ ബൈട്ടിക്കർ സുസുകർണ പിടിയ. മൂത്രം വീഴുന്നതിന്റെ ഒച്ചയുള്ള കുട്ടി പ്രയോഗം ഹിന്ദിയിലും എന്ന് ഞാൻ ഓർക്കുന്നതിനിടെ അമ്പരപ്പ് കലർന്ന മണിദീപ ചോദിക്കുക, ഇവിടെ ഇരുന്ന് ഷൂ വയ്ക്കാനോ, നാണാവില്ലേ? ഞാൻ തിടുക്കം കൂട്ടി, വേഗം എന്റെ നാണി, അല്ലെങ്കിൽ ബസ്സുകാർ നമ്മളെ ഇവിടെ ഇട്ട് പോകും, ഒന്ന് വേഗം ഒഴിക്കെന്ന് പറയാണ്. അപ്പൊ മണിദീപ് അവിടെ ഒഴിക്കാൻ നിർബന്ധിക്കപ്പെടുകയാണ്. അവിടെ നിന്ന് നാണം വരുമെന്ന് പറഞ്ഞിട്ടും നിർബന്ധിക്കപ്പെടുകയാണ്. വേറെ വഴിയില്ലല്ലോ. അവൾ തികഞ്ഞ രസക്കേട് മുഖമാകെ വരുത്തി കഷ്ടപ്പെട്ടു ഒഴിച്ചു. തിരിച്ച് ബസ്സിലെ സീറ്റിലേക്ക് വീണ് ഒഴിഞ്ഞ അടിവയർ തഴുകി അവൾ ഹാവൂ എന്ന് പറയുന്ന രംഗം കണ്ട് എനിക്ക് ചിരി വന്നു. എന്റെ ബാഗ് തപ്പി അവളുടെ കളി മൊബൈൽ എടുത്ത് സൂര്യനുമായി സാങ്കല്പിക സംഭാഷണം, അച്ഛനുമായി സാങ്കല്പിക സംഭാഷണം നടത്തുന്ന മണിദീപയാണ് എന്റെ അടുത്ത് ഇപ്പോൾ. അപ്പൊ ഇവളെന്ത് ചെയ്യാന്നറിയോ? ഇവളിപ്പോ ഒട്ടും ഇഷ്ടമില്ലാത്ത സാഹചര്യത്തിൽ അവിടെ പോയി ഷൂ വെക്കേണ്ടി വന്നില്ലേ. അപ്പം ബസ്സിൽ തിരിച്ചെത്തിയപ്പോഴത്തേക്ക് സമാധാനത്തിലൊന്ന് അടിവയറൊക്കെ ഒഴിഞ്ഞ് വേഗം ഫോൺ എടുത്തിട്ട് അച്ഛനോട് സംസാരിക്കുക. ഏത് ഫോണാ? സാങ്കല്പിക ഫോണ്. സംസാരിക്കുന്നുണ്ട് അച്ഛനപ്പുറം ഉണ്ട് എന്നുള്ള രീതിയിൽ. ഓക്കെ, ആ അച്ഛനാ എന്തെടുക്കുക? ഉറങ്ങാൻ പോവുക? അതിനു മുമ്പ് ഷൂ വെച്ചോ? ഇല്ലേ? ഇതെന്താ എന്നും പറയണോ? എന്നിട്ട് കിടക്കയിൽ ഷൂ വെക്കാനാ ഭാവം? ബാഡ് ബോയ്. പിന്നെ ഇല്ല അച്ഛ, ഒരു വയലറ്റ് പൂച്ച ഉണ്ടായിരുന്നു ഒരിടത്ത്. അത് ബസ്സിൽ അങ്ങങ്ങാണ്ട് ഒരിടത്ത് പോവുകയായിരുന്നു. ഷൂ വെക്കണം എന്നത് പറഞ്ഞപ്പോ ബസ്സുകാർ ബസ് നിർത്തി. അത് പോട്ടിലുമല്ല ബാത്റൂമിലുമല്ല, വഴിയിൽ ഒരു പൂക്കാരുടെ അടുത്ത് മണ്ണിലിരുന്ന ഷൂ വെച്ചത്. അതാ പറഞ്ഞത്, നമുക്കിനി ഫ്ലവർ വേസിൽ വെക്കാൻ പൂ വാങ്ങുകയേ വേണ്ട. പൂക്കാരുടെ അടുത്ത് പോയിട്ടല്ലേ ഷൂ വെച്ച, ഇനി ഫ്ലവർ വേസിൽ വെക്കാൻ വേണ്ടി പൂ വാങ്ങുകയേ വേണ്ട കേട്ടോ എന്ന് അച്ഛനോട് പറയുന്ന രീതിയിൽ ഫോണിൽ ഇങ്ങനെ സംസാരിക്കുക. ആരാന്നാ പറയുന്നത്? പിന്നെ ഇല്ലേ അച്ഛ, ഒരു വയലറ്റ് പൂച്ച. അപ്പൊ ഇവളുടെ കഥ ഈ പൂച്ചയുടെ തലയിൽ കെട്ടി വെച്ചിട്ട് പറയണം. ആ കുട്ടിത്തം. ഭക്ഷണപ്പൊതികൾ കൂടെ കൊണ്ടുവരാത്തവർക്ക് അതെല്ലാം വാങ്ങാനും ബാത്റൂമിൽ പോയി കൂലിയില്ല ഭാരം. അതെന്റെ അമ്മൂമ്മയുടെ പ്രയോഗമാണ്. കളഞ്ഞ ആശ്വാസം കൊള്ളാനുമായി ബാത്റൂമിൽ പോകാനുമായിട്ട് ബസ് ഏതോ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുകയാണ് ഇപ്പോൾ. ചൂടെടുത്തും ദാഹിച്ചും വയ്യാതായിട്ടും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെയാണ് ഞാൻ ഇത്ര നേരം കഴിച്ചു കൂട്ടിയതെങ്കിലും എന്റെ യൂറിനറി ബ്ലാഡറും നിറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇത് പുറത്തെവിടെയും മൂത്രമൊഴിക്കാൻ സൗകര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്, സേഫ് ആയിട്ടുള്ള സ്ഥലമില്ലെന്ന് വിചാരിച്ചിട്ട് വെള്ളം വരെ കുടിക്കുന്നില്ല. എന്നിട്ടും യൂറിനറി ബ്ലാഡർ മൂത്രം നിറഞ്ഞു. മണിദീപയെയും കൂട്ടി ഞാൻ ബസ്സിന് പുറത്തേക്ക്.
ഞങ്ങളുടെ ബസ്സിലെ മറ്റു 2 സ്ത്രീകൾ ഞങ്ങൾക്ക് മുന്നേ ബാത്റൂമിന് മുന്നിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 4 ബാത്റൂം ഉള്ളത് 4ഉം പല പല കാരണങ്ങളാൽ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് കണ്ട് ഇനി എന്ത് ചെയ്യേണ്ടു എന്ന നിരാശാ നിൽപ്പിൽ ഞങ്ങൾ. അപ്പൊ ഇത് പറഞ്ഞ് വലിയൊരു സീരിയസ് ഇഷ്യൂ ആണ് ചർച്ച ചെയ്യുന്നത്, പബ്ലിക് ടോയ്ലറ്റിന്റെ ഇഷ്യൂസ്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, പുരുഷന്മാർക്കൊന്ന് മൂത്രം ഒഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടെന്ന് മാത്രമല്ല, ഒന്നും ഇല്ലെങ്കിൽ റോഡുമിലും അവരിരുന്ന് മൂത്രം ഒഴിച്ചിട്ട് ആ ഒരു ടെൻഷൻ കളയും. എന്നാൽ ഇനി അതൊന്നും അല്ലെങ്കിൽ ഇപ്പൊ എത്ര ഇൻസെക്യൂർ ആയിട്ടുള്ള സ്ഥലത്താണെങ്കിലും പുരുഷന്മാർക്ക് ഒഴിച്ചു പോരാൻ പറ്റും. പക്ഷെ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? അവർക്ക് സെക്യൂർ ആയിട്ടുള്ള ഒരു സ്ഥലം നമ്മുടെ എല്ലാ നാട്ടിലും ഉണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിക്കുക, പബ്ലിക്കിൽ ഒരു പൊതു ഇടത്ത് ഒരു ഫാൻസി കടയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ, അവൾക്ക് ഒന്ന് മൂത്രം ഒഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എത്ര ടൗണുകളിൽ സേഫ് ആയിട്ടുള്ള ടോയ്ലറ്റ് സിസ്റ്റം ഉണ്ട് എന്നുള്ളതാണ്. ഇതൊരു വലിയ ചോദ്യമാണ്. ഇത് പറയുന്ന ഒരു സിനിമ ഉണ്ട് കേട്ടോ, അസംഘടിതർ എന്ന് പറഞ്ഞിട്ട്, ഫ്രീഡം ഫൈറ്റ് എന്ന് പറയുന്ന ഒരു ആന്തോളജി മൂവിയിൽ അതിൽ 2ാമത്തെ എപ്പിസോഡായിട്ട് അത് വരുന്നത്. നിങ്ങൾ പറ്റുമൊന്ന് കണ്ടു നോക്കുക കേട്ടോ, 10-35 മിനിറ്റ് എങ്ങാനും അത് വരുന്നുള്ളൂ. ഇതേ വിഷയമാണ് പറയുന്നത്. ഓക്കെ, ഇനി നല്ല തലയെടുപ്പുള്ള പച്ചസാരിക്കാരി പറഞ്ഞു. അപ്പൊ ഇനി ആ സ്ത്രീകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചർച്ചയാണ്. നല്ല തലയെടുപ്പുള്ള പച്ചസാരിക്കാരി പറഞ്ഞു, പെണ്ണുങ്ങളെ സ്ഥലകാലമെല്ലാം നോക്കി പിടിച്ചിരുത്തി വസ്ത്രം ഊരി മാറ്റിച്ച് മെനക്കെടുത്തിയും ഒരുപാട് സമയമെടുപ്പിച്ചും അതേസമയം ആളുകളെ നിന്ന നിൽപ്പിൽ നിർത്തി ചടയെന്നും മൂത്രമൊഴിപ്പിക്കുന്ന രീതി സംവിധാനം ചെയ്ത ദൈവത്തിനോട് ഞാൻ എന്നും കലഹിക്കാറുണ്ട്. ഇത് നമുക്ക് തോന്നും ചെറിയ കാര്യമാണ്, പക്ഷെ അല്ല കേട്ടോ, വലിയ കാര്യം. ഇവർ പറയും, നോക്കൂ, ആണുങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് എവിടെ നിന്നൊന്ന് സിബൂരി മൂത്രമൊഴിക്കാം. പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ വേഷവിധാനത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് ഒരുപാട് സമയം എടുത്തിട്ട് ഒഴിക്കുന്നു. അത് മാത്രമല്ല, അവിടെ ക്യാമറ ഉണ്ടോ ഇവിടെ ക്യാമറ ഉണ്ടോ എന്നുള്ള ഒരുപാട് ഇൻസെക്യൂരിറ്റീസും. അപ്പൊ ഇങ്ങനെ സ്ത്രീകളെ ഇതിൽ കഷ്ടപ്പെടുത്തിയ ദൈവത്തോട് ഞാൻ എന്നും കലഹിക്കാറുണ്ട് എന്ന് ഒരാൾ പറയുന്നു. ജീൻസ് ഇട്ട പെൺകുട്ടി പറഞ്ഞു. അപ്പൊ അങ്ങനെ പുറത്തു വയ്ക്കാൻ ഇറങ്ങിയ ആൾക്കാരുടെ ചർച്ചയാണ്. ജീൻസ് ഇട്ട പെൺകുട്ടി പറഞ്ഞു, ശ്രമിച്ചാൽ വേറെ ഏതൊരു കാര്യത്തിലും പുരുഷനൊപ്പം എത്താം, വേറൊന്നിലും വേണ്ട, മൂത്രമൊഴിക്കലില്ലെങ്കിലും ആണുങ്ങൾക്കൊപ്പം എത്തിയാൽ മതിയായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും കൂട്ടുകാരോട് പറയാറുണ്ട്. ഇതൊക്കെ പറയുന്നത് തമാശയല്ല, അത്രത്തോളം ബുദ്ധിമുട്ടാണ് പബ്ലിക്കിലേക്ക് ഇറങ്ങുന്ന സ്ത്രീകളുടെ അവസ്ഥ പലപ്പോഴും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പച്ചസാരിക്കാരി വാചാലയായി. കൊട്ട്, കുഴൽവിളി, വാദ്യഘോഷങ്ങൾ, ആന, അമ്പാരി സഹിതം നടന്ന അന്തർദേശീയ സാംസ്കാരിക സമ്മേളനം. മൂത്രമൊഴിക്കൽ വികാരം കുരുകുരുത്താലോ എന്ന് പേടിച്ച് മുന്നിൽ കൊണ്ടുവച്ച് മോഹിപ്പിക്കുന്ന മാമ്പഴ ജ്യൂസ് തൊടാതെ സമ്മേളനത്തിലെ ഡെലിഗേറ്റ്സ് ഇരുന്നതിനെ കുറിച്ച് മാധവിക്കുട്ടി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ആയമ്മയുടെ അയൽക്കാരിയായിരുന്നു ഒരിക്കൽ. പറയുന്ന മനസ്സിലായോ? അതായത് മാധവിക്കുട്ടി ഒരിക്കൽ പറയാണ്, ഇതുപോലൊരു വലിയ ഫംഗ്ഷൻ വന്നപ്പോഴത്തേക്ക് മുമ്പിൽ ഇരിക്കുന്ന മാംഗോ ജ്യൂസ് കുടിക്കണമെന്നുണ്ട്, പക്ഷെ കുടിക്കുന്നില്ല. കാരണം ഒന്ന് മൂത്രമൊഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ എവിടെ പോകുന്നുള്ള പ്രശ്നം കേട്ടോ. നേരത്തെ പറഞ്ഞത് ഈ ശർമ്മിഷ്ഠ മൂത്രമൊഴിക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വെള്ളം കുടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഇൻസെക്യൂരിറ്റി കാരണം ജീവൽ പ്രവർത്തനങ്ങൾ പോലും വൃത്തിക്ക് ചെയ്യാത്ത അവസ്ഥ. പലരും പറയുന്നത് കേൾക്കാം, വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും യാത്ര പോകുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും വെള്ളം കുടിക്കാണ്ടാണ് പോകുക, കാരണം പുറത്തുനിന്ന് മൂത്രമൊഴിക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇവിടെ ബാത്റൂം സൗകര്യം ഏർപ്പെടുത്താതിരുന്നത് ഇത്ര വലിയ ആനയുടെ മറവ് ഉപയോഗിച്ച് മൂത്രമൊഴിക്കാമല്ലോ എന്ന് കരുതിയാവും ജീൻസുകാരി ഒരു കൺകോൺ ചിരിയോടെ പറഞ്ഞു. ഞങ്ങൾ പരസ്പരം പരിചയപ്പെടലിൽ പച്ചസാരിക്കാരി അവർ ഒരു ബാങ്ക് ഓഫീസറാണ്, അസുഖമായി കിടക്കുന്ന ഒരു സുഹൃത്തിനെ കാണാൻ പോവുകയാണ്. ജീൻസുകാരി പോകുന്നത് ഒരു ഇന്റർവ്യൂവിനാണ്. അങ്ങനെ 3-4 സ്ത്രീകൾ ആ ബസ്സിലുണ്ടെന്ന് പറഞ്ഞല്ലോ, അവരുടെയാണ്. വാതിലില്ലാത്ത 10 കള്ളികളും അതിലൊക്കെയും ഇരുന്ന് മൂത്രമൊഴിക്കാനുള്ള വിധത്തിലെ കമോഡും ചൂണ്ടിക്കാണിച്ചത് മണിദീപയാണ്. എന്താ അമ്മേ വാതിലില്ലാത്തത് എന്ന അവളുടെ ചോദ്യം. നോക്കൂ, അവിടെയൊക്കെ ഈ പബ്ലിക് ടോയ്ലറ്റ്സ് പലപ്പോഴും അങ്ങനെ വാതിലില്ലാത്ത 10 കള്ളികൾ അവിടെ ഇങ്ങനെ കമോഡ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ ഒഴിക്കുന്നത്, അതൊക്കെ ഈ എന്നിട്ട് ചുവരിൽ ഈ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നത് പുരുഷനെ മാത്രം കേന്ദ്രീകരിച്ചുള്ളത് കൊണ്ടാണ്. അപ്പൊ സമൂഹത്തിലെ ടോയ്ലറ്റ് സിസ്റ്റം ഇതിലേക്ക് കഥ പോയിട്ടുണ്ടാവുക. ടോയ്ലറ്റ് അതൊക്കെയാണല്ലോ ബേസിക് നീഡ് എന്ന് പറയുന്നത്. ആ ബേസിക് നീഡിൽ വരെ പുരുഷ കേന്ദ്രീകൃതമാകുന്ന ഒരു അവസ്ഥയുണ്ട്. നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു പബ്ലിക് ടോയ്ലറ്റ് അങ്ങനെ നിന്ന് മൂത്രം വഹിക്കുന്ന ചുവരിൽ ക്ലോസറ്റ് ഉള്ള അതാണ് കൂടുതലും ഉണ്ടാവുക. അത് പുരുഷനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ലേ. അങ്ങനെ പുരുഷ കേന്ദ്രീകൃത മാത്രമായി പോകുന്ന പ്രശ്നങ്ങൾ. ഓക്കെ, എന്താ അമ്മേ വാതിലില്ലാത്തത് എന്ന അവളുടെ ചോദ്യം. ഈ ബാത്റൂമുകൾക്ക് വാഷ്റൂമുകൾക്ക് യൂറിനൽസിന് ആണുങ്ങൾക്കുള്ളതാവും, അവർക്ക് ഒന്നിനും മറയും ലജ്ജയും വേണ്ടല്ലോ. ഈ പറഞ്ഞത് രണ്ടും ഏത് കാര്യത്തിലും പെണ്ണുങ്ങൾക്കായി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണല്ലോ എന്ന് ബാങ്കുകാരി. മാധവിക്കുട്ടി ബാധ നന്നായിട്ടുണ്ടല്ലോ മാഡത്തിന് എന്ന് ജീൻസ് കുട്ടി പറഞ്ഞു. മനസ്സിലായോ? ആണുങ്ങൾക്ക് എന്താ, അവർക്ക് ലജ്ജ നാണൊന്നും ഇല്ലല്ലോ എന്നുള്ള വർത്താനം. അപ്പൊ ആ രീതിയിൽ പറയുമ്പോൾ പറയാം മാധവിക്കുട്ടിന്റെ ബാധ നല്ലോണം ഉണ്ടല്ലോ.
എന്താ വെച്ചാൽ മാധവിക്കുട്ടിയും ആ രീതിയിൽ പിന്നെ എന്താ പറയാ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ എഴുതി എഴുത്തുകാരിയാണല്ലോ. ഇതിനെല്ലാം മുകളിലും സ്ത്രീകൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതെന്താ എന്ന് ഞാൻ അത്ഭുതപ്പെടാൻ തുടങ്ങുമ്പോഴേക്കും ഒരു കൂട്ടം തമിഴ് പെണ്ണുങ്ങൾ ഇരച്ചു കയറി വന്ന് ആ കള്ളികളിൽ ഓരോന്നിലേക്കും കയറി സാരി പൊക്കി ഇരിപ്പായി. അവർ സിമ്പിൾ ആയിട്ട് ചോദിച്ചു, മണിദീപ അയ്യേ എന്ന് കണ്ണുപൊത്തി വാ പോകാം എന്ന മട്ടിൽ എന്റെ കൈ പിടിച്ചു വലിച്ചു. ജീൻസ് പെൺകുട്ടിക്ക് ഓക്കാനം വന്നു. ഞങ്ങളെല്ലാം പാഞ്ഞു പുറത്തേക്ക്. ജീൻസ് കുട്ടി പറഞ്ഞു, പെണ്ണുങ്ങൾക്ക് ജീൻസ് ഇടാം, സിഗരറ്റ് കഴിക്കാം, കള്ളു കുടിക്കാം, സിനിമ പിടിക്കാം, സ്വർഗ സംഭോഗമാവാം. അതുവരെ ഒക്കെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ, പുരോഗതി അവിടം വരെ ഒക്കെ എത്തിയിട്ടുണ്ട്. അഥവാ അത്രയൊക്കെ എത്തിയിട്ടുള്ളൂ കാര്യങ്ങൾ. മൂത്രമൊഴിക്കൽ വികാരത്തെ അടക്കി പിടിച്ച് ഏത് പെണ്ണിന് സിനിമ എടുക്കാൻ പറ്റും, സ്വർഗ സംഭോഗം നടത്താൻ പറ്റും? ഓക്കെ, അപകടകരമാം വിധം നിറഞ്ഞുകൊണ്ടിരിക്കുന്ന യൂറിനറി ബ്ലാഡറുകളിലെ അസ്വസ്ഥയുമായി നിരാശാഭരിതവും രോഷാകുലരുമായ ഞങ്ങൾ 3 സ്ത്രീകൾ ബസ്സിനകത്തേക്ക്. അങ്ങനെ അവർ ബസ്സിനകത്തേക്ക് പോയി. കാരണം ഇതിലൂടെ ഒക്കെ ആ ഒരു പ്രശ്നമാണ്, ഇതൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പുരുഷന്മാർക്ക് വേണ്ടിയാണെന്ന് പറയുന്ന ഒരു പ്രശ്നം, സ്ത്രീകൾക്ക് ഇതിനൊന്നുള്ള ഒരു സ്പേസ് കിട്ടാത്തതിന്റെ പ്രശ്നം. ഇത്തരം വീർപ്പുമുട്ടലിനിടയിലൂടെ എനിക്ക് കഴിക്കാൻ വയ്യ ഇലപ്പൊതിയിൽ അമ്മ തന്നയച്ച തൈർസാദം. ഇത്തരം വീർപ്പുമുട്ടലിനിടയിലൂടെ എനിക്ക് കഴിക്കാൻ വയ്യ ഇലപ്പൊതിയിൽ അമ്മ തന്നയച്ച തൈർസാദം. സെഷൻ കഴിഞ്ഞ് മണിദീപ വീണ്ടും ടെലിഫോൺ സംസാരത്തിൽ വീണ്ടും ഫോൺ എടുത്തിട്ട്, അച്ഛ ഒരു വാലറ്റ് പൂച്ച, ഒരു യെല്ലോ ആൻഡ് ഗ്രീൻ സ്പൈഡർ, ഒരു മഞ്ഞ തത്തമ്മ. ആ പെണ്ണുങ്ങളെ എല്ലാവരും അപ്പൊ ആ കണ്ട കഥ ഈ പിന്നെ പൂച്ചകളുടെ തലയിൽ കെട്ടി വെച്ചിട്ട് അച്ഛനോട് പറയാണ്, അവർക്ക് ഷൂ വെക്കാൻ പോട്ടിയും അറിയില്ലേ കുട്ടികൾ ഉപയോഗിക്കുന്ന പോട്ടിയുമില്ല, ബാത്റൂം ഇല്ല, പൂക്കാരിന്റെ അടുത്ത മണ്ണിലിരുന്ന് ഷൂ വെക്കാനോ? അതെങ്ങനെ? അവര് വലിയ പെണ്ണുങ്ങളല്ലേ, അവർക്ക് നാണമാവില്ലേ? അവർക്ക് എന്റെ പോലെ കുഞ്ഞു ചന്തിയല്ലല്ലോ ഷൂ വെക്കാൻ പറ്റാണ്ട് അവരുടെ വാരിപ്പ പൊട്ടും. പ്ലേ സ്കൂളിലെ അബൂബക്കർ ഷൂ വെക്കുന്നത് നിക്കറൂരി ഒരു കൊയലെടുത്ത് കയ്യിൽ പിടിച്ചിട്ടാ. അത് ഭയങ്കര ഈസിയാ. അതൊരെണ്ണം വാങ്ങി അവർക്കൊക്കെ കൊടുത്താലോ? ആ വിലയൊക്കെ അന്വേഷിച്ചു വെക്ക്. ശരി, അപ്പൊ നാളെ കാണാം. ഞാൻ വിശദീകരിക്കണല്ലോ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. മണിദീപ കാണുമ്പോൾ ഈ ആൺകുട്ടിയൊക്കെ അത്രയും സിമ്പിൾ ആയിട്ടാണ് ഒഴിക്കുന്നത്. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്നുള്ളൊരു പ്രശ്നം. അല്ലെങ്കിൽ ഈ സ്ത്രീകൾക്ക്, ഈ മുതിർന്ന സ്ത്രീകളൊക്കെ എങ്ങനെ പിന്നെ അവർക്ക് നാണക്കേടാവില്ലേ പബ്ലിക്കായിട്ട് അങ്ങനെ ഒഴിക്കാൻ പറ്റുമെന്നൊക്കെയുള്ള ചോദ്യം. കോയമ്പത്തൂർ സ്റ്റേഷനിൽ നിന്നുള്ള ടാക്സി സൂര്യന്റെ അപ്പാർട്ട്മെന്റിൽ എത്തിയതും. അപ്പം കോയമ്പത്തൂർ സ്റ്റേഷനിൽ ടാക്സി സൂര്യന്റെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തി. അപ്പൊ അച്ഛൻ്റെ അടുത്ത് എത്തുകയാണ് മണിദീപ. പൈസ കൊടുക്കലെല്ലാം താഴെ കാത്തു നിന്ന സൂര്യനെ ഏൽപ്പിച്ച് ഞാൻ ബാത്റൂമിലേക്ക് ഓടിച്ചെന്ന് കാര്യപ്പറ്റി. ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി അതാണ്, ഓടി ബാത്റൂമിലേക്ക് ചെല്ലുക എന്നുള്ളതാണ്. രചന സിനിമയിൽ നെടുമുടി വേണു എടുത്തത്രയും സമയമെടുത്ത് അതേപോലെ തന്നെയുള്ള ഭാരമൊഴിഞ്ഞു എന്തൊരാശ്വാസം ഭാവവുമായി ഞാൻ തിരികെ ഇറങ്ങിയപ്പോൾ അത്രയും വലിയ ഭാരമൊഴിഞ്ഞു, അത്രയും പിടിച്ചു വെച്ച മൂത്രം. അച്ഛനും മകളും എത്തിക്കഴിഞ്ഞിരുന്നു. എന്റെ മുഖഭാവം കണ്ട് മണിദീപ ചോദിച്ചു, ആവൂ അല്ലേ അമ്മ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ, അച്ഛനുമായി പുന്നാരം കഴിഞ്ഞ് മണിദീപ സൂര്യൻ അവൾക്ക് വേണ്ടി വാങ്ങിവെച്ച അവളുടെ അത്രയും തന്നെയുള്ള പാവക്കുട്ടിയുമായി കളിയിലായി. സൂര്യൻ മകൾക്ക് വേണ്ടി വാങ്ങിവെച്ച പാവക്കുട്ടിയായിട്ട് മണിദീപ എന്റെ വൈകി പോയി. ദെൻ സൂര്യൻ തൽക്കാലം എക്സ്പ്രസ് ഹൈവേ കേരളത്തെ തുണ്ടുതുണ്ടാക്കി ചവിട്ടിമെതിച്ച് കടന്നു പോകുന്നതിലുള്ള ധാർമ്മിക രോഷത്തിലാണ്. സൂര്യൻ ജേർണലിസ്റ്റ് ആണല്ലോ. സൂര്യൻ തൽക്കാലം എക്സ്പ്രസ് ഹൈവേ കേരളത്തെ തുണ്ടുതുണ്ടാക്കി ചവിട്ടിമെതിച്ച് കടന്നു പോകുന്നതിലുള്ള ധാർമ്മിക രോഷത്തിലാണ്. 1 മാസം കൂടി ഭാര്യയെ കാണുമ്പോൾ പറയാൻ കണ്ട ഒരു വിഷയം എന്ന് ഞാൻ അവരെ കളിയാക്കി. എക്സ്പ്രസ് ഹൈവേ, അയാൾ ജേർണലിസ്റ്റ് ജോലിക്കാരിയാ പറയുന്നത്. വേറൊരു കാര്യം മനസ്സിലാക്കണം, അവിടെ ഈ എക്സ്പ്രസ് ഹൈവേ വരെ ഇവിടെ വലിയ പുരോഗതിയൊക്കെ വന്ന്, എന്നാലും അടിസ്ഥാന സൗകര്യമായ യൂറിനലിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ എന്ന് കഥ പറയുന്നുണ്ട് കേട്ടോ. പി രാമചന്ദ്രന്റെ കാറ്റേ കടലേ എന്ന കവിത വായിച്ചില്ലേ നീ? സൂര്യന്റെ ചോദ്യം. ആ ചോദ്യം തീരെ രസിക്കാതെ ഞാൻ സൂര്യൻ എന്നെ ആ കവിത ചൊല്ലി കേൾപ്പിക്കലിൽ കാറ്റേ കടലേ തെങ്ങോലകളെ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തുമാകാൻ പോകുന്നു, ഇനി കാണാൻ പറ്റിയെന്നു വരില്ല. കവിതയെ അതിന്റെ പാട്ടിന് വിട്ട് എന്റെ കത്തിക്കയറ്റം, കോട്ട, 33% സംവരണം, സ്വാശ്രയ കോളേജുകളും പിന്നാക്ക വിഭാഗക്കാരും, എക്സ്പ്രസ് ഹൈവേ, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. നോക്കൂ, നമ്മുടെ നാട്ടിലുള്ള വലിയ പ്രശ്നങ്ങളായിട്ട് നമ്മൾ കാണുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. സംവരണം, അതുപോലെ തന്നെ പിന്നെ 33% സംവരണം, സ്വാശ്രയ കോളേജുകളിലും പിന്നോക്ക വിഭാഗക്കാരും, എക്സ്പ്രസ് ഹൈവേ, ഇതൊക്കെ നാട്ടിൽ കത്തി നിൽക്കുന്ന വിഷയങ്ങളാണ്. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഒരു സ്ത്രീക്ക് അടച്ചുറപ്പും വൃത്തിയുമുള്ള ഒരിടത്ത് മൂത്രമൊഴിക്കാനുള്ള അവകാശം, സംവിധാനം ഒന്നുമില്ലാത്ത ഈ നാട്ടിൽ എന്താണ് നടക്കരുതാത്തത്? അപ്പൊ വലിയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും വന്നിട്ടില്ല എന്ന് കഥ നമ്മളെ ഉണർത്തുന്നു. ഈ വൻമതിൽ എക്സ്പ്രസ് ഹൈവേ വശങ്ങളിലും സ്ത്രീക്ക് മൂത്രമൊഴിക്കാൻ ഒരിടം പണിയൽ ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ ഒന്നുണ്ടാവുമെങ്കിൽ സൂര്യ, ഞാൻ ഈ എക്സ്പ്രസ് ഹൈവേയെ അനുകൂലിക്കുക തന്നെ ചെയ്യും.
കണ്ടോ, സൂര്യൻ ജേർണലിസ്റ്റ് ഇതുപോലത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും ഇവള് പറയുന്നത് എന്താണ്, ഈ ലെക്ചറർ പറയുന്നത് എന്താണ്, ശർമ്മിഷ്ഠ പറയുന്നത് എന്താണ്? ഇതാണ് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം. ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങി ഒന്ന് മൂത്രമൊഴിക്കാൻ സ്പേസ് ഇല്ല. ഒരു മാസം കൂടി ഭർത്താവിനെ കാണുമ്പോൾ പറയാൻ കണ്ട ഒരു വിഷയം സൂര്യന്റെ കളിയാക്കൽ. അവിടെ സൂര്യനും ഭാര്യയും ശർമ്മിഷ്ഠയും ഭർത്താവും കൃത്യമായിട്ട് രണ്ട് ജെൻഡറിന്റെ പ്രതീകമാകുന്നത് കണ്ടോ. ഈ ശർമ്മിഷ്ഠ സ്ത്രീയുടെ വേദനകളാണ് പങ്കുവെക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും അവൾക്ക് കിട്ടാത്ത സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ അവിടുന്ന് സൂര്യൻ എന്ന് പറയുന്ന പുരുഷൻ എന്താണ്, കളിയാക്കുവാണ് ചെയ്യുന്നത്. ഒരു മാസം കൂടി ഭർത്താവിനെ കാണുമ്പോൾ പറയാൻ കണ്ട ഒരു വിഷയം സൂര്യന്റെ കളിയാക്കൽ. ഇതുവരെയുള്ള ഭാര്യയും ഭർത്താവും കൃത്യമായിട്ട് ഒരു സ്ത്രീയും പുരുഷനുമായിട്ട് മാറിയത് കണ്ടോ. അതും രസിക്കാതെ ഞാൻ 5 കൊല്ലം തലകുത്തി നിന്ന് എന്റെ കൂട്ടുകാരി പത്മം ഗവേഷണം നടത്തി കണ്ടുപിടിച്ചത്, റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത് സാഹിത്യത്തിന്റെ വളർച്ചയ്ക്ക് സ്ത്രീ പുരുഷ ബന്ധങ്ങൾ അനിവാര്യമാണ് എന്ന മഹാകാര്യം. പെൺ യൂറിനറി ബ്ലാഡറിന്റെ കപ്പാസിറ്റി എങ്ങനെ കൂട്ടാം, മൂത്രമൊഴിക്കാനായി ഒരു ആൺ സമാന അവയവം പെണ്ണുങ്ങൾക്കായി ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെ എന്നൊക്കെയാണ് പെണ്ണുങ്ങൾ ഗവേഷണം നടത്തേണ്ടത്. ഈ വൃത്തികെട്ട സംസാരം ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് സൂര്യന്റെ ഭാവമാറ്റം. ഇത്രയും പറഞ്ഞപ്പോൾ സൂര്യന്റെ മുഖം മാറി. സൂര്യന്റെ പുരുഷൻ ഇങ്ങനെ പുറത്തു വരികയാണ്. കാരണം പുരുഷന് ഈ പ്രശ്നം മനസ്സിലാവില്ല. കാരണം അവന് മൂത്രമൊഴിക്കാൻ തോന്നിയ സമയത്തൊക്കെ അവൻ മൂത്രമൊഴിച്ചിട്ടുണ്ടാവും. അപ്പൊ അവനിതൊക്കെ ഒരു സില്ലി മാറ്റർ ആണ്. ഓക്കെ, അതേസമയം ഒരു ദിവസം ഒരു മൂത്രമൊഴിക്കാൻ തോന്നിയിട്ട് ഒരു 10 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂറൊക്കെ ഒന്ന് സഹിച്ച് പിടിക്കേണ്ടി വരുമെന്ന് ആലോചിച്ച് നോക്ക്. അതാണ് ഇവളുടെ അടിസ്ഥാന പ്രശ്നം. അല്ലാതെ ഈ എക്സ്പ്രസ് ഹൈവേ ഒക്കെ പിന്നെയാണ്. മനസ്സിലായോ? ഈ വൃത്തികെട്ട സംസാരം ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് സൂര്യന്റെ ഭാവമാറ്റം. എനിക്ക് മനസ്സിലാകുന്നില്ല ഇതെങ്ങനെയാണ് ഒരു വൃത്തികെട്ട വിഷയമാകുന്നതെന്ന്. മണിദീപ് ഇതിനിടെ ഉറക്കമായി കൈയിരിക്കുന്നു. വയലറ്റ് പൂച്ചയെ നീ ഇനി അബൂബക്കറിന്റെ ആ കൊയല് കിട്ടിയിട്ട് ഷൂ വെച്ചാൽ മതി എന്ന അവൾ ഉറക്കത്തിൽ. അത് കേട്ട് സൂര്യൻ എന്നെ ദഹിപ്പിക്കുന്നത് പോലൊരു നോട്ടം. അവിടെ കഥ അവസാനിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് തുടക്കം തന്നെ. പ്രിയായേസ് ചെറിയ ചെറിയ കാര്യങ്ങൾക്കിടയിൽ വലിയ കാര്യങ്ങൾ ഒളിച്ചു കടത്താറുള്ള എഴുത്തുകാരിയാണെന്നാണ് എന്റെ നിരീക്ഷണം, എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അത് നമുക്ക് ഇതിലും കിട്ടിയില്ലേ? നോക്കൂ എത്ര കൃത്യമായിട്ടാണ് പിന്നെ ഇത്രയും വലിയൊരു പ്രശ്നം അവതരിപ്പിച്ചത്. അപ്പൊ ഇതിന്റെ വിമർശനാത്മക രചന നിങ്ങൾ നടത്തൂ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോട്ട്സ് ഒക്കെ വേണമെങ്കിലും താഴെ കാണുന്ന ലിങ്കിൽ ജോയിൻ ചെയ്തോളൂ. അപ്പൊ വീണ്ടും കാണാം. കമന്റ്സ് ഒക്കെ അറിയിക്കും കേട്ടോ. താങ്ക് യു.